നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയ ഒരു ക്ലാസ് തുടങ്ങുന്നു. അക്ഷരം ഇനിയും ഉറക്കാത്ത ആളുകൾ ഇന്നത്തെ ക്ലാസ് മുതൽ കണ്ടാൽ മതി. ടീച്ചർ ചിഹ്നങ്ങൾ ഉറപ്പിച്ച് പോകാനാണ് അടുത്ത ഉദ്ദേശം. ആദ്യം നമുക്ക് സ്വരചിഹ്നങ്ങൾ ഉറപ്പിക്കാം. അതിനുശേഷം നമുക്ക് വ്യഞ്ജന ചിഹ്നങ്ങളുടെ ചേർത്ത് ചിഹ്നങ്ങളെ അങ്ങോട്ട് പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാം. എന്താ കാരണം എന്നറിയാമോ? അക്ഷരങ്ങളെ തമ്മിൽ ചേർക്കാൻ നമ്മൾ ആരെയാണ് കൂട്ടുപിടിക്കുന്നത്? ചന്ദ്രകല അല്ലേ? അപ്പൊ നമ്മൾ കൂട്ടക്ഷരങ്ങളെ ഈ തുടക്കത്തിലെ അങ്ങോട്ട് എടുത്താൽ കൺഫ്യൂഷൻ ആകും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷര ചെടിയുടെ താഴെ നിന്ന് മുകളിലേക്ക് പയ്യനെ കയറി പോകും. ആദ്യത്തെ അക്ഷരം നമ്മൾ പറയുമ്പോൾ ഏതക്ഷരമാണ് നമ്മൾ പറയുന്നത്? അ. നമ്മൾ പഠിച്ച എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും, അതായത് ചിഹ്നങ്ങളില്ലാത്ത വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ആരുണ്ട്? ആയുണ്ട് അല്ലേ? ഒരക്ഷരം പ. ഈ പ എന്ന് നമ്മൾ എഴുതുമ്പോൾ അതിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് പിരിക്കാൻ പറ്റും. അതായത് പ എന്നുള്ളതിൽ ഒരു ആ ശബ്ദം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരം. പയോടുകൂടി ചന്ദ്രകല ചേരുമ്പോൾ ഒരു നല്ലൊരു ശബ്ദം പ. എന്നിട്ട് നമ്മൾ ആ എഴുതും. അതാണ് പ. അപ്പൊ പ എന്നുള്ളതിനെ പിരിക്കാം നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട്, ഒരു പ പിന്നെ ഒരു ആയും. അതേസമയം ആ എന്നുള്ളതിനെ പിരിക്കാൻ പറ്റില്ല നമുക്ക്. ആ തന്നെ. അങ്ങനെ പിരിക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾക്ക് ഒരു പേരുണ്ട്, വർണ്ണം. അപ്പൊ എല്ലാ സ്വരാക്ഷരങ്ങളും വർണ്ണങ്ങളാണ്. ഒപ്പം സ്വരാക്ഷരങ്ങളെല്ലാം അക്ഷരങ്ങളുമാണ്. എന്താ കാരണം? വ്യക്തമായ ഉച്ചാരണമുണ്ട് എല്ലാ സ്വരാക്ഷരങ്ങൾക്കും. അ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഓ ഓ ഔ അം അ. വ്യക്തമായ ഉച്ചാരണമുണ്ട്. അതുകൊണ്ട് അക്ഷരങ്ങളാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അപ്പൊ ആ അക്ഷരത്തിൽ കൂട്ടുന്നില്ലല്ലോ എന്ന്. അത് ആ ചിഹ്നം ആയിൽ ചേർത്തതുകൊണ്ടാണ് അം എന്ന് പറഞ്ഞത്. നമ്മൾ ഈയിലാണെങ്കിൽ ഇം. അത് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ മനസ്സിലത് സൂക്ഷിക്കുക. 15 ശബ്ദങ്ങളും ഉണ്ട്. അം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് വരുന്നത്? ഒരു മകാരത്തിന്റെ ചെറിയൊരു ഭാഗം അല്ലെ? മ എന്നിട്ടല്ല എന്നുള്ളൊരിത് മകാരത്തിന്റെ ഒരു പകുതി ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിന് ആ ചിഹ്നത്തിന് അനുസ്വാരം എന്ന് പറയും. അതുപോലെ വിസർഗത്തിനാണെങ്കിലും ഹകാരത്തിന്റെ ഒരു ശബ്ദം, എങ്കിലും അതും ശബ്ദങ്ങളിൽ വരുന്നുണ്ട് അല്ലേ? അപ്പൊ പിരിക്കാൻ സാധിക്കാത്ത ശബ്ദമുള്ളതിനെയാണ് വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സ്വരാക്ഷരങ്ങളെല്ലാം വർണ്ണങ്ങളാണ്. സ്വരാക്ഷരങ്ങളെല്ലാം ഉച്ചാരണമുള്ളത് കൊണ്ട് അക്ഷരങ്ങളുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ ആ പ എന്ന് എഴുതി. അപ്പൊ പ അക്ഷരമാണ്. കാരണം എന്താ? അതിന് ഉച്ചാരണമുണ്ട്. പക്ഷെ അതിന് പിരിക്കാം എന്നുള്ളത് കൊണ്ട് അതിനെ വർണ്ണം എന്ന് പറയാൻ പറ്റില്ല. ഈ പ എന്നുള്ളത് എന്താ? അത് അക്ഷരമല്ല. ഒരു വാക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. തുടക്കത്തിൽ പ എന്ന് പറഞ്ഞൊരു വാക്ക് പറയാൻ പറ്റില്ല. അവസാനത്തിൽ വരാം. ചന്ദ്രകലയോടുകൂടി അക്ഷരങ്ങൾ അവസാന ഭാഗത്ത് വരാം വാക്കുകളുടെ. അൻപ്, നോമ്പ്, സ്വാദ് അല്ലെ? അത് ഒരു പൂർണ്ണമായ വാക്കാണ്. അതേസമയം തുടക്ക ഭാഗത്ത് ചന്ദ്രകലയോടുകൂടി ഒരു അക്ഷരം വന്നാൽ അത് അക്ഷരമല്ല. പിന്നെന്തായിരിക്കും? അത് വർണ്ണമാണിത്. കാരണം എന്താ? അതിനെ പിരിക്കാൻ പറ്റില്ല. പ എന്ന് പറഞ്ഞാൽ പ പിരിക്കാൻ പറ്റില്ല ആ ശബ്ദത്തെ. അതുകൊണ്ട് അതിനെ വ്യഞ്ജനവർണ്ണം എന്ന് പറയാം. എന്താണ്? വ്യഞ്ജനവർണ്ണം. അപ്പൊ വ്യഞ്ജനവർണ്ണങ്ങൾ, അതായത് ചന്ദ്രകലയോടുകൂടി ചേർന്ന വ്യഞ്ജനാക്ഷരങ്ങളെയാണ് വ്യഞ്ജനവർണ്ണങ്ങൾ. വ്യഞ്ജനവർണ്ണങ്ങൾ സ്വരാക്ഷരങ്ങളോടുകൂടി ചേർന്നാണ് പൂർണ്ണമായ അക്ഷരം ഉണ്ടാക്കുന്നത്. വ്യഞ്ജനവർണ്ണങ്ങൾ അക്ഷരങ്ങളല്ല, കാരണം അതിന് ഉച്ചാരണമില്ല. നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിക്കോളൂ കേട്ടോ. ടീച്ചർ ദൂരം പഠിച്ചിട്ടാണ് ഇപ്പൊ ഇത് കിട്ടുന്നതെന്ന് ഇപ്പൊ ടീച്ചർക്ക് മനസ്സിലായി. ഇനി നമ്മൾക്ക് ഓരോ അക്ഷരവും എടുത്തിട്ട് വാക്കുകൾ ഉണ്ടാക്കാം.
ഇവിടെ നമ്മൾ കൂട്ടക്ഷരം ഉണ്ടാക്കുന്നില്ല. കാരണം കൂട്ടക്ഷരം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ചന്ദ്രകല വേണം, അല്ലേ? നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും കൂട്ടക്ഷരങ്ങളിലോട്ട് പോകരുത് എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അതായത് ചന്ദ്രകലയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ കുട്ടികൾ കൂട്ടക്ഷരങ്ങളിലേക്ക് പോകരുത്. കുട്ടി പറഞ്ഞു 2 കാര്യങ്ങളുണ്ട് ചന്ദ്രകലക്കുള്ള പ്രാധാന്യം. ഒന്ന്, സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനവർണ്ണത്തോടുകൂടി ചേർന്ന് വ്യത്യസ്ത ശബ്ദങ്ങളോടുകൂടിയ വ്യഞ്ജനാക്ഷരങ്ങൾ ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ ഗുണം എന്താ? രണ്ടാമത്തെന്ന് വെച്ചാൽ വ്യഞ്ജനങ്ങളെ തമ്മിൽ ചേർത്ത് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കുന്നു. അതും ഒരു ചന്ദ്രകലയുടെ പ്രാധാന്യമാണ്. അപ്പൊ ഈ ചന്ദ്രകലയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ കൂട്ടക്ഷരങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ പാടുള്ളൂ, തുടക്കം തന്നെ. എന്നിട്ടേ ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാരണവശാലും കൂട്ടക്ഷരങ്ങൾ ചേർത്ത വാക്ക് ഉണ്ടാക്കരുത്. അനുസ്വാരം ചേർത്ത വാക്കും തുടക്കത്തിൽ പറയുന്നത്. ഇപ്പൊ ആ എന്നുള്ളൊരു വാക്ക് നമ്മൾ പഠിപ്പിക്കുന്നു, എന്നിട്ട് നമ്മൾ അമ്മ എന്നെഴുതും. ഒരു കുഞ്ഞിനെ ഇങ്ങനെ തോളത്തിട്ട് അമ്മ. പക്ഷെ അമ്മ എന്നെഴുതുമ്പോൾ ആ കുട്ടിക്ക് അമ്മ അറിയാമോ? അമ്മ എന്താണെന്ന് അറിയാമോ? ഇല്ല. അത് ബോധ്യപ്പെടുത്തിയിട്ട് വേണം കൂട്ടക്ഷരങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ. ഒപ്പം നമ്മൾ ആ എന്ന് വരെ സ്വരാക്ഷരങ്ങൾ അവസാനം വരെയും പഠിപ്പിച്ചിട്ട് എന്നുള്ള വാക്ക് അക്ഷരം എടുത്തിട്ട് നമ്മൾ എന്തെഴുതും? അമ്പരം, അംബുജം എന്ന് പറഞ്ഞ് എഴുതും. അപ്പൊ ആയോട് കൂടി ചേർത്ത ആ ചിഹ്നം അംബുജം എന്ന് എഴുതുമ്പോൾ ജായോട് കൂടിയും ചേരുന്നു, അമ്പരം എന്ന് എഴുതുമ്പോൾ രായോട് കൂടിയും ചേരുന്നു. കുട്ടികളപ്പോ ആ ചിഹ്നത്തിന് പ്രാധാന്യം കൊടുക്കാണ്ട് ആ എന്ന് പഠിക്കുന്ന ഒപ്പം അംബുജം, അമ്പരം എന്ന് പറയും. പക്ഷെ മനസ്സിലാക്കാൻ സമയം കൊടുക്കണം. അപ്പൊ നമ്മൾ ഇന്നു മുതൽ എടുക്കുന്ന ക്ലാസ്സിൽ താഴത്ത് മുതൽ സ്വരാക്ഷര ചെടിയുടെ താഴെ ഭാഗം മുതൽ പയ്യനെ കയറി മുകളിലേക്ക് പോകുമ്പോൾ ഒരു അക്ഷരമാണ് എടുക്കണമെങ്കിൽ ആ അക്ഷരത്തിലുള്ള വാക്കുകൾ മാത്രം, ബാക്കി ഒരു ചിഹ്നവും നമ്മൾ ഉപയോഗിക്കൂല. ആയാണെങ്കിൽ ആ വെച്ചിട്ടുള്ള വാക്കുകളും ആ ശബ്ദമുള്ള വ്യഞ്ജനങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകളും, ആ എഴുതുമ്പോൾ ആ വെച്ചിട്ടുള്ള വാക്കുകളും ദീർഘം ഉപയോഗിച്ചിട്ടുള്ള ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും മാത്രം. അടുത്ത നമ്മൾ ഈയിലേക്ക് കടക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഏത് ചിഹ്നവും കൂടി എടുക്കാം. വാക്കുകൾ എഴുതുമ്പോൾ എഴുതുമ്പോൾ ഈ വാക്കുകൾ മാത്രം, ഇല എന്നൊക്കെ എഴുതും. എന്നിട്ട് നമ്മൾ ചിഹ്നം ചേർത്ത് വള്ളി ചേർത്ത് എഴുതുമ്പോൾ നമ്മൾക്ക് ഈയുടെ ചിഹ്നം ഉപയോഗിക്കാം, ഒരു ചിഹ്നവും കൂടി ഉപയോഗിക്കാം. ഏതായിരിക്കും? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ചിഹ്നം അല്ലെ, അതും കൂടി ഉപയോഗിക്കാം. വേണമെങ്കിൽ കഴിയുന്നതും നമുക്ക് ആ ചിഹ്നങ്ങൾ നമ്മളുടെ ഏത് അക്ഷരത്തിൻ്റെതാണോ അത് മാത്രം ഉള്ള വാക്കുകൾ എഴുതാം. അത് വീണ്ടും വേണ്ടി വന്നാൽ നമുക്ക് ആഡ് ചെയ്യാമെന്ന് മാത്രം. മനസ്സിലായില്ല? അപ്പൊ നമ്മളിവിടെ കൂട്ടക്ഷരം ഉപയോഗിക്കില്ല, അനുസ്വാരം അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ല. പക്ഷേ ചില്ലക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ എഴുതാം. കാരണം നമ്മൾ ആരുടെ ഭാഗത്താണ്? ചില്ലക്ഷരങ്ങളെ അക്ഷരങ്ങളായിട്ട് കരുതുന്ന ആ ഗ്രൂപ്പുകാരുടെ കൂടെയാണ് നമ്മൾ ചേർന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം സ്വതന്ത്രമായ ഉച്ചാരണമുണ്ട് അവയ്ക്ക്. ഒരു വ്യഞ്ജനവർണ്ണം വരെ കൂടെ ചേരുകയും വേണ്ട, ഒരു സ്വരാക്ഷരവും ചേരണ്ട. സ്വതന്ത്രമായ ഉച്ചാരണമുണ്ട്. അതല്ല ഏറ്റവും വലിയ കാര്യം. ഭയങ്കര ഒരു മലയാള ഭാഷയുടെ നേട്ടമാണെന്ന് പറയാം ചില്ലക്ഷരങ്ങൾ. എത്രയോ വാക്കുകളാണ് അവസാന ഭാഗത്താണെങ്കിലും ഇടകലർന്നാണ്, തുടക്കം വരില്ല. അതൊരു ഇത് മാത്രമേ ഉള്ളൂ ചില്ലക്ഷരങ്ങൾക്ക്. തുടക്കം വരുന്ന ഒരു വാക്ക് ചില്ലക്ഷരത്തിൽ ഇല്ല. പക്ഷേ രണ്ടാമത്, മൂന്നാമത്, ഇടകലർന്ന് അവസാനമൊക്കെ വരുന്ന ഒത്തിരി വാക്കുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചില്ലക്ഷരം ഇവിടെ ഉപയോഗിക്കും. അറ, അല, അരണ, പേരുകൾ അല എഴുതാം. അവർ, അവൾ, അവൻ, അലസത അല്ലെ. രണ്ടക്ഷരം, മിനിമം 2 അക്ഷരം വേണമല്ലോ ഒരു വാക്കിന്. അപ്പൊ അത് കഴിഞ്ഞ് ഇനി നമ്മൾ എന്താ വേണ്ടത്? വലതു ഭാഗത്ത് അതൊരു പേജിൽ തന്നെ എടുത്താൽ മതി. ഒരു പേജിന്റെ വലതു ഭാഗത്ത് നടുക്കുകയാണെങ്കിൽ വരക്കാം. വലതു ഭാഗത്ത് ആ എന്നുള്ള വാക്കുകൾ എഴുതിയാൽ ഇടതു ഭാഗത്ത് എന്തെഴുതാം? ചിഹ്നങ്ങളില്ലാതെ വ്യഞ്ജനാക്ഷരങ്ങൾ കൂടി ചേർന്നിട്ടുള്ള വാക്കുകൾ. അപ്പൊ നമ്മൾ എവിടെ വെച്ച് തുടങ്ങും? കാ മുതൽ തുടങ്ങും അല്ലെ. കറ, കര, കമല, ചാവച്ചാണെങ്കിൽ ചവണ, വടകര, ശരവണൻ, ഏറ്റവും നീളം കൂടിയ ഒരു വാക്ക് 5 അക്ഷരമുള്ള ശരവണൻ. ഇനി നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമെങ്കിൽ ചിഹ്നങ്ങൾ പാടില്ല. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അപ്പം ആ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള അത് കഴിഞ്ഞു. നമ്മൾ
അടുത്ത സ്വരാക്ഷരമായ ആ, അതിനുശേഷം അതിൻ്റെ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ ചേർന്നുള്ള വാക്കുകൾ. ഓക്കെ, എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. നന്ദി.